ജിഷയുടെ കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂരിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിലെ വീഴ്ചയെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളായ വി.എസ്. അച്യുതാനന്ദനും കാനം രാജേന്ദ്രനും രംഗത്തെത്തി. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകം കേരളത്തെ ആകെ രോഷാകുലമാക്കിയ സാഹചര്യത്തിലാണ് കർശന നടപടിയെടുക്കുമെന്ന ഉറപ്പുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. കേരള ജനതയെ ഞെട്ടിച്ച സംഭവമാണ് ഇതെന്നും എറണാകുളം റേഞ്ച് ഐ.ജി കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമായി പോയി. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള കർശനമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിന്റെ വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂർ സംഭവമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നതായും കാനം രാജേന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. ഈ കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. ജിഷയുടെ ഘാതകർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ താൻ മുന്നിലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയുണ്ടായി. രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കാൻ മാത്രം പോലീസിനെ ഉപയോഗിക്കുന്നതിന്റെ ദുരന്ത ഫലമാണ് ഇതെന്ന് വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ഇതിനിടെ ജിഷയ്ക്ക് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ട് കൊച്ചി ലോ കോളേജിലെ സഹപാഠികൾ രംഗത്തെത്തി. ദളിത് വിദ്യാർത്ഥിയായ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് വിടണമെന്നാണ് നിയമ വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ സംഭവം നടന്നതിന് ശേഷം 6 ദിവസമായി ഇതുവരെ യാതൊരു തരത്തിലുള്ള കുറ്റവാളികളെ സംബന്ധിച്ച് ചെറിയ ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. റിപ്പോർട്ടർ കണ്ണൂർ, കാസർഗോഡ്, കൊച്ചി.